ശവം തൂക്കിയോ ശവം തീനിയോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ് കേരള സമൂഹം ചോദിക്കേണ്ടത്. ആരാണ് ശവം തൂക്കുന്നത്? ആരാണ് ശവം തീന്നുന്നത്? ആരാണ് ശവപ്പറമ്പിന് കാവലിരിക്കുന്നത്? കേരളത്തിൻ്റെ പാരിസ്ഥിതിക ചരിത്രത്തിൽ നാളിതുവരെയില്ലാത്ത വലിയ വലിയ ഉരുൾപൊട്ടലാണ് മുണ്ടകൈ ചൂരൽമലയിൽ വന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ജല ദുരന്ത നിവാരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം എക്സ്പേർട്ടുകളും അക്കാഡമിക് വിദഗ്ധന്മാരും അടക്കമുള്ളവർ, സാങ്കേതിക വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ഈ ചൂരൽമല വിഷയം നേരിട്ട് പോയി അതിനുശേഷം കാണാനിടയായിട്ടുണ്ട്. വളരെ സങ്കടകരമാണ്. 200ഓളം ആളുകൾ, കുടുംബങ്ങൾ മണ്ണിനടിയിൽ പോയതിനു ശേഷം അവരെ എടുക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം അവർ വീണതിന് ശേഷം അവർ ആദ്യം വീഴുന്നു, അവരെ പുറത്താണ് കെട്ടിടം ഇടിഞ്ഞ് വീണിരിക്കുന്നത്. ആ മെറ്റീരിയൽ മാറ്റി അകത്തുനിന്ന് അവരെ എടുക്കാൻ കഴിയില്ല. പലരും ഒഴുകിപ്പോയി, കെട്ടിടങ്ങൾ ഒഴുകിപ്പോയി, 500ഓളം വീടുകൾ ഒഴുകിപ്പോയി, സ്കൂൾ ഒഴുകിപ്പോയി. ഹൃദയഭേദകമെന്ന് പറഞ്ഞാൽ പോരാ, അത് കണ്ടാൽ നമുക്ക് പിന്നെ നമ്മൾ എന്തിനീ ഭൂമിയിൽ വന്നു എന്ന് പോലും തോന്നുന്ന അത്രയ്ക്ക് ഹൃദയഭേദമായി. അത് കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പണം കൊടുക്കാൻ തയ്യാറായി അങ്ങോട്ടൊക്കെ ഒഴുകി. കോടാനുകോടി രൂപ ഒഴുകി. ചെറിയ തുകയല്ല. രക്ഷകന്റെ റോളിൽ പിണറായി രംഗത്തിറങ്ങി. ഞാൻ പിതാവാണ്, അങ്കിളാണ്, ചേട്ടനാണ്, രക്ഷകനാണ്, കപ്പിത്താനാണ്, പണം തരൂ. ജനങ്ങൾ കോടിക്കണക്കിന് രൂപ CMDRFിലേക്കായി കൊടുത്തു. 1500 കോടിയോളം രൂപ, 750 കോടി രൂപ ആദ്യം വന്നു. പിന്നെ വന്ന തുകയെല്ലാം കൂടി 10,000 കോടി, 1500 കോടി രൂപ CMDRFിലേക്ക് വന്നു. 20 മാസം കഴിഞ്ഞു. അവിടെ ടൗൺഷിപ്പ് വേണം. ടൗൺഷിപ്പ് പണിത് കൊടുക്കുന്ന നന്നായിരിക്കും. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി തൊഴിൽ, സ്റ്റേഡിയം, പിന്നെ വാട്ടർ സപ്ലൈ, കറണ്ട്, പിന്നെ അതുപോലെ തന്നെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ, പൂന്തോട്ടം, അംഗനവാടി, സ്കൂള് തുടങ്ങി സകല സംവിധാനങ്ങളുള്ള ഒരാധുനിക ടൗൺഷിപ്പ് പണിത് കൊടുക്കുന്നതും നല്ലതായിരിക്കുമെന്നൊരു ചിത്രം കേരള സമൂഹത്തോട് ആദ്യം പറയുന്നത് ഞാനാണ്. ചാനലുകൾ വഴി, ചർച്ചകളിലൂടെയൊക്കെ, സാറ്റലൈറ്റ് ചാനലുകളിലാണ്. അത് പക്ഷെ പ്രാവർത്തികമായി. എനിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയില്ല, ഞാനൊരു സാന്ദർഭ്യമായി പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 20 മാസം കഴിഞ്ഞു. 750 കോടി മുതൽ 1000 കോടി രൂപ വരെയുള്ള കയ്യിലുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. ഒരാളിന് താക്കോല് കൊടുത്തോ? കുറേ കെട്ടിടങ്ങൾ അവിടെ പണിതു. ഒരാളിന് താക്കോല് കൊടുത്തോ? ആരെങ്കിലും അവിടെ താമസം തുടങ്ങിയോ? ഈ 400 വീടുകളിൽ 450 ആളുകൾക്കാണ് കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് കൊടുക്കേണ്ടത്. അതിന് ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അവർ പറഞ്ഞ റേറ്റിന് കോൺട്രാക്റ്റ് കൊടുക്കുന്നു. അവിടെ പിന്നെ ബാർഗൈനിങ് ഇല്ല. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നവർ, പ്രപ്പോസൽ തയ്യാറാക്കുന്നവർ അതിനനുസരിച്ച് തുക കൊടുക്കും. പിന്നെ അവിടെ ചോദ്യമൊന്നുമില്ല. അങ്ങനെ കൃത്യമായി ഊരാളങ്കൽ ലേബർ സൊസൈറ്റി ഏകദേശം 300 കോടിക്ക് അടുപ്പിച്ച് കൊട്ടേഷൻ എടുക്കുന്നു, വർക്കെടുക്കുന്നു. ഒരു 100-150 കോടി രൂപയ്ക്ക് 27 ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം. അത് തന്നെ വലിയ ആക്ഷേപമുണ്ട്. വയനാട് പോലുള്ള സ്ഥലത്ത് 27 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇതിൻ്റെ 10 മടങ്ങ് കെട്ടിടം വയ്ക്കാൻ കഴിയും, കൂടുതൽ സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം വയ്ക്കാൻ കഴിയും എന്നുള്ള ആക്ഷേപമുണ്ട്. അതവിടെ നിൽക്കട്ടെ. 27 ലക്ഷം രൂപ കൊണ്ട് 175ഓളം വീടുകൾ വെച്ചു. ഇനിയും ബാക്കി വീടുകൾ വയ്ക്കുമെന്ന് പറയുന്നു. ഇതിനിടയിൽ DYFI പിരിച്ച 20 കോടി രൂപയും CMDRFിൽ കൊടുത്തു. അവരും അങ്ങനെ പണം കൊടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും പണം പിരിച്ച് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും തുക സർക്കാരിൽ ഉണ്ടായിട്ട് വീട് വെച്ചതിന് 27 ലക്ഷം രൂപ വെച്ച് കണക്കാക്കിയാൽ ബാക്കി വരുന്ന ഞാനീ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിനും കെട്ടിടങ്ങൾ ഒരുക്കുന്നതിനും കൂടി ഒരു 50 കോടി ആയാൽ ഒരു 325 കോടി രൂപയ്ക്ക് കാര്യം കഴിയും. 750 കോടി രൂപ കിട്ടിയിട്ട് 2 വർഷത്തോളമായി. ഇലക്ഷൻ്റെ 3-ാം ദിവസം മുമ്പ് ഞങ്ങളിതാ എല്ലാം ചെയ്തിരിക്കുമെന്ന് വിളിച്ചു കൂവിയപ്പോൾ ആ വിളിച്ചുകൂവലിൽ കരയുന്ന 1000 നൂറുകണക്കിന്
ശവശരീരങ്ങൾ അവിടെ മണ്ണിനടിയിലുണ്ട്. അവർ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു. അവർ കൈ ഉയർത്തുന്നുണ്ട്, അവർ മനസ്സുയർത്തുന്നുണ്ട്, അവർ ആത്മാവ് ഉയർത്തി ചോദിക്കുന്നു, ആരാണ് ശവം തീനി, ആരാണ് ശവം തൂക്കി? 750 കോടി രൂപ കയ്യിൽ കിട്ടിയിട്ട്, ആവശ്യം പോലെ സമയം കിട്ടിയിട്ട്, ഒരു 6 മാസക്കാലം, 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസക്കാലം കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പണിതു കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം കയ്യിലുണ്ടായിട്ട് അത് ചെയ്യാതെ ആ പണത്തിൻ്റെ പുറത്ത് കയറി അടയിരുന്ന മുഖ്യമന്ത്രിയും പിണറായി വിജയനും സംഘവുമാണോ ശവം തൂക്കിയത്, ശവം തീനി? അതോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പണപ്പിരിവ് നടത്തുന്നതിന് പരിമിതിയുണ്ട്. അങ്ങനെ പണം പിരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കുന്നതിന് പരിമിതിയുണ്ട്. അങ്ങനെ പണം പിരിച്ചു കൊണ്ടുവരുമ്പോൾ സർക്കാരിനോട് വസ്തു ചോദിച്ചപ്പോൾ സർക്കാർ വസ്തു കൊടുത്തില്ല. പിന്നെ വസ്തു വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. അങ്ങനെയുള്ള 100 കണക്കിന് കടമ്പകളിലൂടെ ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു പോകുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഡിലേ ആണോ യഥാർത്ഥ ശവം തീനി, യഥാർത്ഥ ശവം തൂക്കി? ഇത് ചർച്ച ചെയ്യണം കേരള സമൂഹം. അതുപോലെ തന്നെ അത് സർക്കാരിൻ്റെ ഭൂമിയായിരുന്നു. എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ എസ്റ്റേറ്റാണ്. രാജമാണിക്യം റിപ്പോർട്ടുണ്ട് ഇവിടെ. രാജമാണിക്യം IAS-ൻ്റെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന രാജമാണിക്യം IAS-ൻ്റെ റിപ്പോർട്ടുണ്ട്. രാജമാണിക്യം IAS-ൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ പണിതിരിക്കുന്ന എസ്റ്റേറ്റ് സർക്കാരിൻ്റേതാണ്. കോടതിയിൽ കേസ് കിടപ്പുണ്ട്. കേസ് പറഞ്ഞു അല്ല അത് മേടിച്ചത്, പണം കൊടുത്താണ് മേടിച്ചത്. ഒരുപക്ഷെ കേസ് പറഞ്ഞ് നീണ്ടുപോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം പണം കൊടുത്ത് മേടിച്ചു. അതിന് അങ്ങനെ ഒരു ന്യായീകരണം പറയാം. പക്ഷെ അതും ശരിയായിരുന്നില്ല. കൃത്യമായ നിയമം കൊണ്ടുവന്നെങ്കിൽ അത് ഫ്രീ ആയിട്ട് എടുക്കാമായിരുന്നു. അത് എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഒന്നും എടുത്തിട്ടില്ല. അവിടെയും ശവം തിന്നുന്നത് ആരാണ്, ശവം തൂക്കുന്നത് ആരാണ്? ഇത് കേരള സമൂഹം ചർച്ച ചെയ്യണം. 750 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെയുള്ള തുക ഖജനാവിലേക്ക് ജനങ്ങൾ അയച്ചു കൊടുത്തിട്ട് ആ തുകയുടെ പുറത്ത് അടയിരുന്നതിന് ശേഷം അവിടുത്തെ മരിച്ചു പോയവരുടെ കുടുംബാംഗങ്ങളായി ബാക്കിയുള്ളവരുടെ 420ഓളം 450ഓളം വരുന്ന കുടുംബാംഗങ്ങൾ മഴയത്തും വെയിലത്തും പുറത്ത് താമസിക്കുമ്പോൾ അവർക്കൊരു പുനരധിവാസം കൊടുക്കാൻ കഴിയാതെ പിന്നെ പോയി തള്ളിമറിക്കുന്നവരാണോ ശവന്തീനികൾ, ശവം തൂക്കികൾ? അതോ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കാത്ത സമൂഹമാണോ, ആളുകളാണോ ഇത് ചെയ്യുന്നത്? ഇതിൽ കുറ്റകരമായ അനാസ്ഥയാണ്. പണമില്ലാഞ്ഞിട്ടല്ല, സാങ്കേതികവിദ്യ ഇല്ലാഞ്ഞിട്ടല്ല. ഈ ഒരാളംഗ ലേബർ സൊസൈറ്റി തന്നെ ഇവിടെ ഉണ്ടല്ലോ. അത് പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ലല്ലോ, നേരത്തെ തന്നെ വർക്ക് കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? എങ്കിലിപ്പോൾ 1.5 വർഷം കഴിയുമായിരുന്നു ആളുകൾ താമസിച്ചതിന് ശേഷം. ഇപ്പോഴും ഒരാളിന് പോലും താക്കോൽ കൊടുത്തിട്ടില്ല. അവിടെ ചില ഉദ്ഘാടനങ്ങൾ നടത്തി ബഹളമുണ്ടാക്കിയതല്ലാതെ ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസിദ്ധമാണ്. 420 വീടുകളിൽ 170 വീടുകൾ പണിതെങ്കിൽ ബാക്കി വീട് എന്ന് ആരുടെ കാലത്ത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ശരിക്കും ശവം തൂക്കിയതാരാണ്, ശവം തീനികൾ ആരാണ് എന്ന് മനസാക്ഷിയുള്ള മലയാളി സമൂഹം മനസ്സിരുത്തി ചർച്ച ചെയ്യണം.